ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് സെൻസൈഡിൻ്റെ കമ്പി ഇടുന്ന രീതിയാണ്. പല രീതികളിലും നമ്മൾ സെൻസൈഡിൻ്റെ കമ്പി ഇടാറുണ്ട്. ഇവിടെ നമ്മൾ സെൻസൈഡിൻ്റെ ലിൻഡിലും ബീമും കൂടി ചെയ്തിരിക്കുന്ന കമ്പിയാണ് നമ്മൾ പറയുന്നത്. നമ്മൾ ഈ കെട്ടിടത്തിന് ജനൽ ഇപ്പം നിലവിൽ വച്ചിട്ടില്ല. ജനലിൻ്റെ ഹോളാണ് ഇട്ടിരിക്കുന്നത്. 2 മീറ്ററിൻ്റെയും 1.50ൻ്റെയും ഹോള് നിലവിൽ ജനലിന് നമ്മൾ ഇട്ടിട്ടുണ്ട്. അത് കാരണം നമ്മൾ ലിൻഡിലിന് 6 കമ്പിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സാധാരണ ലിൻഡിലിന് 4 കമ്പിയാണ്, 4 മൂലയ്ക്കും 4 കമ്പി ഇട്ടാണ് കെട്ടാറുള്ളത്. ഇത് നമ്മൾ 6 കമ്പി ഇട്ടിട്ടുണ്ട്. പിന്നെ ഈ കെട്ടിടത്തിൻ്റെ ചുറ്റിനും ഷെയ്ഡുള്ള കാരണം സെൻസൈഡിൻ്റെ കമ്പി നമ്മൾ യു വളച്ച്, സി വളയ്ക്കാന്ന് പറയും, അല്ലെങ്കിൽ യു വളയ്ക്കാന്ന് പറയും. അതായത് 20 സെൻറ്റിമീറ്ററോളം നമ്മൾ വളച്ച് ലിൻഡിലിൻ്റെ ഉള്ളിൽ കൂടി കയറ്റിയിട്ടിട്ടാണ് കെട്ടിയിരിക്കുന്നത്. അതിൻ്റെ ഡിസ്ട്രിബ്യൂട്ടർ ഇട്ടേക്കുന്നതും സെൻസൈഡിന് നമ്മൾ 8mm കമ്പിയാണ് ഇട്ടേക്കുന്നത്. ക്രോസ് കമ്പി ഇട്ടിരിക്കുന്നതും 8mm ആണ്. 2 8mm ആണ് ഇട്ടിരിക്കുന്നത്. ക്രോസ് കമ്പി ഇട്ടിരിക്കുന്നത് നമ്മൾ 20 സെൻറ്റിമീറ്റർ യു വളച്ച് നമ്മൾ ഇട്ടിട്ടുണ്ട്. സെൻസൈഡിന് മാത്രമല്ല, ബെർത്ത് സ്ലാബ് തന്നെയുണ്ട്, അതിൻ്റെയും നമ്മൾ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ പറയാനുള്ളത് ബീമിൻ്റെ കമ്പികളാണ്. ബീമിൻ്റെ കമ്പികൾ നമ്മൾ ചെയ്തിരിക്കുന്നത് 4/16 കമ്പി. 4/16 കമ്പി 4 സൈഡ് എല്ല് വളച്ചിട്ടുണ്ട്. എല്ല് വളച്ച് നമ്മൾ ചെയ്തിരിക്കുന്നത്. പിന്നെ കട്ടിങ് റാങ്ക് 4-1 ഭാഗിച്ചിട്ട് ആണ് ചെയ്തിരിക്കുന്നത്. 2 ഭാഗം അടിഭാഗത്തും 1 ഭാഗം മൂളി വരുന്ന രീതിയിലും ആണ് ചെയ്തിരിക്കുന്നത്. കട്ടിങ് റാങ്കിൽ ആണ് ചെയ്തിരിക്കുന്നത്. മോൾ ഭാഗത്ത് 1.50 നീളം വരും, താഴ്ഭാഗത്ത് 2.5 മീറ്ററോളം നീളം വരും. ബീമിൻ്റെ സൈസ് തന്നെ അനുസരിച്ചാണ് നമ്മൾ 4ആയിട്ട് ഭാഗിച്ച് ഇടാറുള്ളത്. പിന്നെ ലിൻഡിലിൻ്റെ റിങ് നമ്മൾ സാധാരണ ചെയ്യുന്നത് 6mm ആണ് ചെയ്യാറ്. ഇത് നമ്മൾ 8mm ആണ് ചെയ്തിരിക്കുന്നത്. ബീമും 8mm റിങ്ങാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ബീമിൻ്റെ റിങ്ങിൻ്റെ കൂച്ച് 2 സൈഡിലേക്കും ഉള്ളിലേക്ക് വളച്ച് നമ്മൾ സെറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ എല്ലാ കോർണറിലും 3 കോർണർ ബാർ വെച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്നത്. ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നമ്മൾ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മളോട് കമൻറ്റിലൂടെ സൂചിപ്പിക്കുകയും ചെയ്യണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു.